ഏറ്റവും ആരംഭത്തിൽ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ ഓഫീസ് അത് വളരെ മനോഹരമായിട്ട് ആദ്യ മാസങ്ങളിൽ തന്നെ ചെയ്തു തീർക്കുവാൻ ദൈവം സഹായിച്ചു. അത് വളരെ അഭിമാനകരമായ രീതിയിൽ ഈ എക്സിക്യൂട്ടീവ് ഓഫീസ് അത് റെഡിയായി തീർന്നിരിക്കുകയാണ്. എല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഏകദേശം 30 ലക്ഷം രൂപയോളം മുടക്കിയ ദൈവത്തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ IPCയുടെ 100ാമത്തെ വർഷം ശതാബ്ദി കൺവെൻഷൻ ജനുവരി മാസം 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ കുമ്പനാട് ഹെബ്രോൻപുരത്ത് നടത്തപ്പെടുകയാണല്ലോ. നമ്മുടെ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായിട്ട് വ്യത്യസ്തമായിട്ട് ഒരു ആത്മീയ ചൈതന്യം ജനങ്ങളിലേക്ക് ഉണ്ടാകുവാനും ഐസ് ഓൺ ജീസസ് എന്ന അതേ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ സാധിക്കട്ടെ. ദൈവജനം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പുതിയ ഞങ്ങളുടെ ഭരണസമിതി എക്സിക്യൂട്ടീവ് നിലവിൽ വന്ന ശേഷം ധാരാളം കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ നിറപടിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആരംഭത്തിൽ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ ഓഫീസ് അത് വളരെ മനോഹരമായിട്ട് ആദ്യ മാസങ്ങളിൽ തന്നെ ചെയ്തു തീർക്കുവാൻ ദൈവം സഹായിച്ചു. അത് വളരെ അഭിമാനകരമായ രീതിയിൽ ഈ എക്സിക്യൂട്ടീവ് ഓഫീസ് അത് റെഡിയായി തീർന്നിരിക്കുകയാണ്. എല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഏകദേശം 30 ലക്ഷം രൂപയോളം മുടക്കിയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ദൈവം തന്ന നന്മയിൽ നിന്ന് അത് എനിക്ക് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അത് നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയം എന്ന് അല്ല, പാരിഷ് ഹാള്, അതിൻ്റെ ഒരു റിനോവേഷൻ വർക്ക് ചെറിയ രീതിയിൽ അത് ഏറ്റെടുത്തുവെങ്കിലും അത് വളരെ വിപുലമായ രീതിയിൽ അതിൻ്റെ റൂഫ് ഷീറ്റ് മുതൽ മാറി കംപ്ലീറ്റ് സൗണ്ട് പ്രൂഫോടുകൂടി എയർ കണ്ടീഷൻ ചെയ്ത് നല്ല ഫ്ലോറിങ്ങും എല്ലാ നല്ലൊരു സംവിധാനത്തോടു കൂടി ആ പാരിഷ് ഹാളിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്, നമ്മുടെ ദൈവദാസന്മാർ എല്ലാ പ്രാവശ്യവും ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ള മൈതാനത്ത് പോയി ക്യൂ നിൽക്കുകയും വളരെ പ്രതിസന്ധി ഫേസ് ചെയ്തത് മനസ്സിലാക്കിയപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും, എല്ലാ കർത്തൃദാസന്മാർക്കും 500, 600 പേര്, 700 പേര് വരെ ഇരുന്ന് ഭക്ഷിച്ച് ആഹാരം കഴിക്കാവുന്ന രീതിയിൽ മനോഹരമായ ഒരു ഡൈനിങ് ഹാൾ സെറ്റപ്പ് അതിനോട് ചേർന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ കൺവെൻഷൻ സമയത്ത് കൺവെൻഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയും അതിനുശേഷം ഇത് പുറത്തേക്ക് അത് വാടക പോലെ അത് കൊടുക്കുകയും അതിൻ്റെ വരുമാനം കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് അനുഗ്രഹമാകുന്ന രീതിയിൽ ആ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇതുവരെ എന്നെ ബലപ്പെടുത്തി. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ആർക്ക് എന്ത് ആഗ്രഹിച്ചാലും അത് സാധിപ്പിച്ചു തരുന്നവനായ കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് പിന്നെയും തെരുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് നിൽക്കാം, നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ പ്രസ്ഥാനത്തിന് നാം ഓരോരുത്തരും അനുഗ്രഹവും അഭിമാനകരവുമായി നിവർന്നു നിൽക്കുവാൻ, തല ഉയർത്തി നിൽക്കുവാൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.